നല്ലൊരു ചിത്രം. ജീത്തു ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ചിത്രങ്ങൾ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ചിത്രങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥ തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കഥ, ശക്തമായിട്ടുള്ള തിരക്കഥ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മുടെ ബിജു മേനോൻ, അതേപോലെ ജോജു ജോർജ്, ലെന, ഇർഷാദ് അലി, അതേപോലെ തന്നെ ലിയോണൽ ലിഷോയ്, അങ്ങനെ ഒരുപാട് താരനിരകളുണ്ട്. എല്ലാവരും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം തന്നെയാണ് ഈ വലതുവശത്തെ കള. അത് പറയാൻ പറ്റില്ല. അവർ രണ്ടുപേരും എന്തുകൊണ്ട് മികച്ച അഭിനേതാവായി ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം ഈ രണ്ടുപേർക്കുള്ള കഥാപാത്രം, ഇതിലെ കാസ്റ്റിംഗ് നടത്തിയത് തന്നെ ഇതിലൊരു വലിയൊരു പ്രധാന ഘടകം തന്നെയാണ്. ജീത്തു ജോസഫിന് അതേപോലെ അദ്ദേഹത്തിൻ്റെ ടീമിന് ഒരു കയ്യടി തന്നെ കൊടുക്കുന്നു. നല്ലൊരു ചിത്രം. നമ്മൾ ശരിക്കും അതിൻ്റെ അകത്തൊരു ഇപ്പോഴും ആ ഫീല് മാറിയിട്ടില്ല. അതിൻ്റെ അകത്ത് ഇരുന്നതിൻ്റെ ഒരു ഇത് അഗൈൻ ദൃശ്യത്തിന് വേറൊരു എല്ലാവരും അടിപൊളിയാണ്. വെറൈറ്റി തീമായിരുന്നു. സൂപ്പർ നല്ല ഉഗ്രനാണ്, നല്ല ഡയറക്ഷനാണ്. പക്ഷേ ക്ലീഷേ ഒരു ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നല്ല എൻ്റർടൈനറാണ്. ജിത്തു പല ജോണ്ടും ട്രൈ ചെയ്യണം. ഇത് മാത്രമല്ല, ലാഗ് അങ്ങനെയൊന്നുമില്ല. പടം കണ്ടിരിക്കുക, നല്ല പടം. അത്രയും വരില്ല. ഒരു ത്രില്ലറാണ്, ക്ലീഷേ ത്രില്ലറാണ്. ട്വിസ്റ്റലുണ്ട്, ട്വിസ്റ്റൽ ആവശ്യത്തിനുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു എൻ്റർടൈനറാണ്. ജിത്തു പല ജോണ്ടും ട്രൈ ചെയ്യണം. ഇത് മാത്രമല്ല, ഇത് ടൈപ്പ് കാസ്റ്റ് ആവുന്നു. ഇല്ലെങ്കിൽ നല്ലൊരു മൂവിയാണ്. ദൃശ്യത്തെ അത്ര ഒന്നുമില്ല, കണ്ടിരിക്കാം. നല്ലൊരു മൂവിയാണ്. നല്ലൊരു സ്ലോ പേസിൽ പോകുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവി. ബിജുമേനോൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ജോജുവിന് പിന്നെ കമ്പാരിറ്റീവ്ലി കുറവ് സ്ക്രീൻ സ്പേസേ ഉള്ളൂ. അല്ല, കണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷേ സ്ലോ പേസ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ കാര്യമുള്ളൂ. എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല മൂവിയായിരുന്നു. ആക്ച്വലി നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ആയിരുന്നു. അതിൻ്റെ ട്വിസ്റ്റും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള എൻ്റർടൈനിങ് ആയിരുന്നു. നമ്മൾ ഒരു നിമിഷം പോലും നമുക്ക് ലാഗ് അടിച്ചില്ല. നല്ല എൻ്റർടൈനിങ് ടു ദി എൻഡ് ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ആയിരുന്നു. പക്ക ത്രില്ലർ ഫാമിലി എൻ്റർടൈനിങ് മൂവിയായിരുന്നു. നല്ലായിരുന്നു. ജോജു ജസ്റ്റ് ഫാനാണ്, അല്ലെങ്കിൽ ഫാനാണ്. അതുകൊണ്ട് മൂവി കാണാൻ വന്നത്. ആസ് എക്സ്പെക്റ്റഡ് ഈക്വലി ബിജു മേനനും ജോജും ഈക്വലായിട്ട് നിന്നിട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് ബിജു മേനൻ ഓൺ ദി നെഗറ്റീവ് ക്യാരക്ടർ സോ ഗുഡ്. നല്ല മൂവി. സൂപ്പറായിട്ടുണ്ട്. രണ്ട് റിവ്യൂ അടിപൊളി. രണ്ടുപേരും നല്ല അഭിനയം, നല്ല ഒരു സസ്പെൻസ് തന്നെ കൊണ്ടുവരുന്നുണ്ട് ഉടനീളം. നന്നായിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. രണ്ടുപേരും ഒരു രക്ഷയില്ല. അതെ അതെ. അപ്പം ഒരു എൻ്റയർലി ടീം ബെസ്റ്റ്. ആ ടീമിൻ്റെ വർക്ക് എല്ലാം ബെസ്റ്റാണ്. തീർച്ചയായും ഒരു രീതിയിലും ബോറടിക്കാതെ അങ്ങ് ഉടനീളം നമ്മളെല്ലാവരും ആ ഒരു സ്ക്രീനിൽ തന്നെയായിരുന്നു. പടം സൂപ്പർ പടം. നമ്മുടെ ജിത്തു ജോസഫ് ഇതുപോലൊരു ഡയറക്റ്റിംഗ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. നല്ല സൂപ്പർ ത്രില്ലർ മൂവി, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയത്തക്കെന്ന് പറഞ്ഞാൽ 3-4 ആക്ടേഴ്സ്, നല്ല അടിപൊളി ആക്ടേഴ്സ്. അതായത് നമ്മുടെ ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് വരുന്ന നായകന്, പിന്നെ അതുപോലെ തന്നെ ജോജു ജോർജ്, ബിജു മേനോൻ, പിന്നെ അതുപോലെ തന്നെ 2, 3, 4 നായികമാർ. ഇവരെല്ലാം അടിപൊളിയായിട്ട് നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിങ് മൂവിയാണ്. ജീത്തു ജോസഫിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലത്തെ നല്ല ത്രില്ലറായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തണ പോലത്തെ. പിന്നെ ഫാമിലിയും ഇമോഷനും അങ്ങനെയൊക്കെ ഇമോഷൻസും കുറേ ഉണ്ടായിരുന്നു. ജോജുവിൻ്റെ ബിജുമേനോൻ്റെ നല്ല അഭിനയമായിരുന്നു. രണ്ടുപേരും അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരോടും ചോദിച്ചു ആണോ? ഓക്കെ. അപ്പോൾ വർക്കായി. ഈ പറഞ്ഞ പോലെ ഒരു സസ്പെൻസും വലിയ കുറേ ട്വിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു സിനിമയാണ്. പക്ഷേ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ അങ്ങനെയാണ് പറയുന്നതല്ല, അങ്ങനെയാണ് പടം. സോ അത് എല്ലാവർക്കും വർക്കായി. ഈ പറഞ്ഞ പോലെ 2 വ്യക്തികളുടെ ലൈഫിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇമോഷൻസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നൊരു മൂവി. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാനും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അവരൊക്കെ എക്സ്പീരിയൻസ് എനിക്കും അറിയണം. കാരണം നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് കഥയൊക്കെ അറിയാം, ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ.